ഞാൻ കരുതിയത് താൻ ബീനയെ കാണാൻ എതിര് പറയുന്ന, അതാ ഞാൻ തടഞ്ഞത്. ബീനയോട് എനിക്ക് ദേഷ്യം വാശി ഉണ്ടായിരുന്നെന്നുള്ളത് ശരിയാ, പക്ഷെ ഇപ്പൊ അതില്ല. മകനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ വേദന എനിക്ക് മനസ്സിലാവും. വിദ്യ ചെല്ലുന്നത് ബീനയ്ക്കൊരു ആശ്വാസമാകുമെങ്കിൽ അത് നല്ലതല്ലേ? അതെ, ഇങ്ങനെ വേണം ചിന്തിക്കാൻ. എടാ, തന്നെ ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു. ഒരു ദുരിതം ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്തുകയോ നമ്മുടെ ഭാഗ്യത്തിൽ അഹങ്കരിക്കുകയോ ചെയ്യാൻ പാടില്ല. എല്ലാ സന്തോഷവും മാറിമറിയാൻ ഒരു നിമിഷം മതി. എന്റെ വിദ്യയെ പഴയതുപോലെ കിട്ടാൻ ഞാൻ നേരിട്ട് ബീനയുടെ അടുത്ത് അവളെ കൊണ്ടാക്കാൻ പോലും തയ്യാറാ. ഒരുപാട് തെറ്റുകൾ എനിക്ക് പറ്റിയിട്ടുണ്ട്, അതിനി ആവർത്തിക്കാതെ പോണം. അതാ എന്റെ ചിന്ത. നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ശരിയായാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നം തീർന്നു. ഇനി പതിയെ പതിയെ എല്ലാം ശരിയാവൂന്ന് എന്റെ മനസ്സ് പറയുന്നു. അതെ, എനിക്കും അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട് മനോജേട്ടാ. ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ സ്വപ്നം കാണും, എന്തൊക്കെ ആഗ്രഹിച്ചു കൂട്ടും, അതിലൊന്നും വലിയ കാര്യമില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. നമ്മൾ ആഗ്രഹങ്ങൾ നടന്നു കാണാൻ നമ്മൾ വാശി പിടിച്ച് മക്കളുടെ ജീവിതം കൂടി ദുരിതമാക്കും. അല്ലാതൊരു പ്രയോജനം ഉണ്ടാവില്ല. ഓരോരുത്തരുടെ ജീവിതം എന്താകണമെന്നും ഏതു വഴിക്ക് പോകണമെന്നും ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്താലും അതങ്ങനെ പോവും. അതുകൊണ്ട് കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്ത് താൻ വിഷമിക്കണ്ട. ഇനിയുള്ള ജീവിതത്തിൽ അവർക്ക് സന്തോഷമായിട്ട് കഴിയാൻ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അത് മാത്രം ചിന്തിച്ചാൽ മതി. അതെ, നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. എത്രയായി? 50. എന്റെ മോള് വന്നല്ലോ. എന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞെങ്കിലും എന്റെ മോള് വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ആന്റിക്ക് കാണണമെന്ന് പറഞ്ഞാ വരാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ സൂരജിന്റെ അമ്മ എനിക്കും അമ്മ തന്നെയാ. മോളെ, എന്റെ മോൾ എന്നോട് ക്ഷമിക്കണം. നിന്നെ ഞാൻ മനസ്സിലാക്കിയില്ല. എന്റെയോടുള്ള ദേഷ്യം കൊണ്ട് എന്റെ കണ്ണ് ഞാൻ മൂടിക്കെട്ടിയിരിക്കുകയായിരുന്നു. നീയും സൂരജും നിങ്ങളുടെ സ്നേഹം തുറന്നു പറഞ്ഞെങ്കിലും എനിക്കതൊന്നും മനസ്സിലാക്കാനും അംഗീകരിക്കാനും കഴിഞ്ഞില്ല മോളെ. സാരമില്ല ആന്റി, ആന്റിയുടെ സ്ഥാനത്ത് ആരായിരുന്നാലും അങ്ങനെയൊക്കെ പെരുമാറും. വിദ്യമോളോ, നീ എന്താ ബീനെ മോള് വന്നിട്ട് വെളിയിൽ നിർത്തി സംസാരിക്കുന്നേ? അകത്തേക്ക് വിളിക്കേ. അത് ശരിയാ, മോളെ കണ്ടപ്പോഴുള്ള സന്തോഷത്തിലും ഞാൻ എല്ലാം മറന്നു. ഞാൻ നിലവിളക്ക് കൊടുത്ത് സന്തോഷത്തോടെ സ്വീകരിക്കേണ്ട സമയത്തും ഇങ്ങനെ ഒരു വിധി വന്നല്ലോ. മോളെ വിഷമിപ്പിക്കാതെ രണ്ടാളും അകത്തേക്ക് വാ. മോളെ, മോളിരിക്ക. ഞാൻ പോയി മോക്ക് കുടിക്കാൻ എടുത്തിട്ട് വരട്ടെ? വേണ്ട ആന്റി. അതെന്താ, മോൾക്കെപ്പോഴും എന്നോട് ദേഷ്യമാണോ? അയ്യോ, അങ്ങനെയല്ല. എനിക്ക് ആന്റിയോട് ദേഷ്യമൊന്നുമില്ല. ഭക്ഷണത്തിനോടൊന്നും ഒരു താല്പര്യമില്ല. അമ്മയും അച്ഛനും നിർബന്ധിക്കുമ്പോ ജീവൻ നിലനിർത്താൻ വേണ്ടി എന്തെങ്കിലും കഴിക്കുമെന്നല്ലാതെ വിശപ്പൊന്നും തോന്നാറില്ല. ബീനയുടെ കാര്യം അങ്ങനെ തന്നെ. ഞാൻ നിർബന്ധിക്കുമ്പോഴാണ് എന്തെങ്കിലും കഴിക്കുന്നത്.
ഏതു നേരവും ഓരോന്ന് ആലോചിച്ചിരിപ്പും കരച്ചിലുവാ. ഞാൻ കാരണം മോൾക്ക് സൂരജിനെ അവസ്ഥ വന്നത് മോളെ. അത് ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ കുഴപ്പത്തിന് എന്തിനാ ഭഗവാനെ എന്റെ മോനെ ശിക്ഷിച്ചത്? ആന്റി വിഷമിക്കാതെ, സൂരജ് തിരിച്ചു വരും. എനിക്കത് ഉറപ്പാ. ജീവിതത്തിൽ ഇനി എനിക്കൊപ്പം ഉണ്ടാവുമെന്നും എന്നെ തനിച്ചാക്കില്ല എന്നും അവൻ എനിക്ക് വാക്ക് തന്നതാ. ആ വാക്ക് എന്റെ സൂരജ് തെറ്റിക്കില്ല. ആ പ്രതീക്ഷയാ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതെ, അങ്ങനെ വേണം വിശ്വസിക്കാൻ. നിങ്ങൾ കരഞ്ഞു തളർന്ന അസുഖം വല്ലതും വരുത്തി വെച്ചാ സൂരജ് തിരിച്ചു വരുമ്പോ അവനത് സഹിക്കാൻ പറ്റില്ല. ആ ഓർമ്മ വേണം. എന്നാലും ഹരിയേട്ട, എന്റെ മോനെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഇവളെയാണല്ലോ ഞാൻ തെറ്റിദ്ധരിച്ചത്, അപമാനിച്ചത്. അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക. അതൊക്കെ തെറ്റിദ്ധാരണയായിരുന്നില്ലേ? വിദ്യമോക്ക് നിന്നോടൊരു പിണക്കവും ഇല്ല ബീന. അതല്ലേ ബീന വിളിച്ചപ്പോ മോള് വന്നത്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അങ്കിൾ. സൂരജിന് ആന്റിയോടുള്ള സ്നേഹം ഞാൻ നേരിട്ടറിഞ്ഞതാ. അമ്മയെ വിഷമിപ്പിക്കുന്ന ഒന്നും ചെയ്യില്ലെന്ന് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈശ്വര, എന്റെ മോന്റെ മനസ്സ് ഞാൻ അറിഞ്ഞില്ലല്ലോ. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടം അവനെ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞപ്പോ അവൻ ഇവിടുന്ന് പോയത്. ഞങ്ങൾക്ക് പരസ്പരം പിരിയാനാകില്ലായിരുന്നു. എന്നാലും രണ്ട് വീട്ടുകാരെയും വേദനിപ്പിക്കരുതെന്ന് ഒരു ചിന്ത കൂടി ഞങ്ങൾക്കുണ്ടായിരുന്നു. എത്ര വൈകിയാലും രണ്ട് രക്ഷിതാക്കളും സമ്മതിച്ചിട്ട് വേണം ഒന്നിച്ച് ജീവിക്കാന്ന് പോലും ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. മോള് സമാധാനമായിട്ടിരിക്കെ, സൂരജ് തിരിച്ചു വരും. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം ഈശ്വരൻ നിങ്ങൾക്ക് തരും. എന്റെ സൂരജിനെ എന്നെ വേദനിപ്പിക്കാനാവില്ല. നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അറിവായ നാള് മുതൽ ഞാൻ അവനെ സ്നേഹിക്കുന്നത്. എന്നായാലും സൂരജിനൊപ്പമേ ഒരു ജീവിതം ഉണ്ടാവുമെന്ന് കരുതി കാത്തിരുന്നു. അവസാനം എന്റെ സ്നേഹം അവൻ മനസ്സിലാക്കി. ഞാൻ ആഗ്രഹിച്ചതിന് ഇരട്ടിയായി എനിക്ക് തിരികെ തരികയും ചെയ്തു. പക്ഷെ എന്റെ ഭാഗ്യക്കേട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അല്ല മോളെ, നിന്റെ ഭാഗ്യക്കേടല്ല. ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകളിലൂടെ ഇങ്ങനെ ഒരവസ്ഥ വന്നത്. മോള് എന്നോട് ക്ഷമിക്കണം. ഈ അമ്മയുടെ വിവരക്കേടിന് മാപ്പ് തരണം. ആന്റി, ഇങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ കാരണം ആന്റി വേദനിച്ച സൂരജ് എന്നോട് പിണങ്ങും. അവൻ തിരിച്ചു വരുമ്പോ ഇതിന്റെ പേരിൽ എന്നോട് വഴക്കിടും. പൊന്നു മോളെ, ഈ നിമിഷം മുതൽ നീ എന്റെ മോള. എന്റെ സൂരജ് തിരിച്ചു വരുമ്പോ അവരെ തിരിച്ചു കൊടുക്കാൻ ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുള്ള അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സമ്മാനമാണ്. ശരിയല്ലേ ഹരിയേട്ടാ ഞാൻ പറഞ്ഞത്? ഇവളല്ലേ നമ്മുടെ മരുമകള്? അതെ, നിങ്ങളുടെ രണ്ടുപേരുടെ എല്ലാ സങ്കടവും മാറ്റി നമ്മുടെ വീട്ടിൽ സന്തോഷവുമായി അവൻ ഉടനെ തിരിച്ചു വരും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് കാത്തിരിക്കാം. എന്താ മോളെ ബാഗൊക്കെ ആയിട്ട് നിങ്ങൾ എവിടെ പോവുക? മാധവി ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ എന്താ മറുപടി പറയാത്തത്? മീര വീട്ടിൽ പോവാ. അതിന് ബാഗൊക്കെ എന്തിനാ? മീര വീട്ടിൽ പോയാലും വൈകുന്നേരം തിരിച്ചു വരില്ലേ? ഇതങ്ങനെയല്ല.
മീര കുറച്ച് ദിവസം അവളുടെ വീട്ടിൽ നിൽക്കുക. എന്തിന്? സ്വന്തം വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ എന്തെങ്കിലും കാരണം വേണം. കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കണമെന്ന് മീരയ്ക്ക് തോന്നുന്നു, അതുകൊണ്ട് പോകുന്നു. അതെന്താ നീ എന്റെ മുഖത്ത് നോക്കി പറയാത്ത ആദർശേ? പറയുന്നത് നുണയാണെന്ന് മനസ്സിനറിയാം. അത് മറയ്ക്കാൻ അവന്റെ ശരീരം അതിന് സമ്മതിക്കുന്നില്ല. അതിന്റെയാ ഈ രീതിയിലുള്ള ശരീരഭാഷ. ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി മനസ്സിൽ ദേഷ്യം വെച്ച് മീരയെ കൊണ്ടുപോയി വീട്ടിൽ നിർത്തുന്നത് ശരിയല്ല ആദർശ്. മോളെ, നീ ഇതെന്തു ഭാവിച്ച? ആദർശ് എന്തെങ്കിലും അബദ്ധം പറഞ്ഞ അവനെ പറഞ്ഞു തിരുത്തേണ്ട ഉത്തരവാദിത്തം നിനക്കുള്ളതല്ലേ? അത് ചെയ്യാതെ നീ ഇങ്ങനെ ഇറങ്ങി പുറപ്പെടാൻ തുടങ്ങിയ എന്ത് ചെയ്യും? ആദർശേട്ടൻ പറഞ്ഞ എനിക്കതനുസരിക്കാതിരിക്കാൻ പറ്റുമോ അമ്മേ? കുറച്ച് ദിവസം ഞാൻ വീട്ടിൽ പോയി നിന്നാലേ എല്ലാം ശരിയാവുള്ളൂ എന്ന് ആദർശേട്ടൻ പറയുന്നത്. പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ അതാണെന്ന് ആദർശേട്ടന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യുന്നതല്ലേ നല്ലത്? പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ആവുമെങ്കിൽ ആദർശ് പറയുന്നത് അനുസരിക്കാനേ ഞാനും പറയൂ. പക്ഷെ ഇപ്പൊ ബാഗുമായി മീര വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അവര് കാര്യം ചോദിക്കില്ലേ? അതിനെന്തു മറുപടി പറയും? സൂരജിന്റെ കാര്യത്തില് ബീനാന്റി അടക്കം എല്ലാവരും നല്ല വിഷമത്തിലാണ്. അപ്പോ അവർക്കെല്ലാം ഒരു സപ്പോർട്ടായിട്ട് കുറച്ച് ദിവസം മീര ഇവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് കൊണ്ടുവിട്ടതാണെന്ന് പറഞ്ഞോളാം. അത് മതി, അങ്ങനെ പറയേണ്ട ആവശ്യമുള്ളൂ. എല്ലാവരെയും ബോധിപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അങ്ങനെയല്ലല്ലോ, കേൾക്കുന്നവർക്ക് കൂടി നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് തോന്നണ്ടേ? ഇതിപ്പോ എന്തായാലും ആദർശ് ചെയ്യുന്നത് ശരിയായ ഒരു കാര്യമല്ലല്ലോ. ശരിയും തെറ്റുമൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പോ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ മനസ്സിലെ ശരികളെ ഫോളോ ചെയ്യാനാണ് എനിക്കിഷ്ടം. അത് തന്നെയാ നല്ലത്. ഇത് ആദർശിന്റെ മീരയുടെയും പേഴ്സണൽ കാര്യമാണ്. ഇതിനകത്ത് ആരും കൂടുതൽ അഭിപ്രായം പറയാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ഒരു വിവാഹം നടക്കുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലാണെങ്കിലും അതിൽ രണ്ട് കുടുംബങ്ങളുടെ കൂടിച്ചേരലുണ്ട്. അതുകൊണ്ട് അവരുടെ കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളുടെ ഇടപെടലും ഉണ്ടാകുമോ? നമ്മളുടെ രീതികളും സംസ്കാരവും കുടുംബ ബന്ധങ്ങൾക്ക് വില കൊടുത്തും ബന്ധങ്ങളെ ചേർത്ത് പിടിച്ചും തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതെ, അതങ്ങനെയല്ലാതാക്കേണ്ടത് പലരുടെയും ആവശ്യമാണ്. അതുകൊണ്ട് പുതിയ തലമുറയിൽ കൺഫ്യൂഷൻ സൃഷ്ടിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും അവര് ബുദ്ധിപൂർവം നവമാധ്യമങ്ങളിലൂടെയും അല്ലാതെയും എല്ലാവരുടെയും ഉള്ളിലേക്ക് കടത്തിവിടും. അതൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാ. പിന്നെ കുടുംബജീവിതത്തെക്കുറിച്ചും മറ്റൊരാൾ നമ്മുടെ പാർട്ട്ണറായി കൂടെ ഉണ്ടാവുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചും സുഭദ്രാന്റിക്ക് അറിയില്ലല്ലോ. ആന്റി അത് അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ആന്റിക്ക് ആധികാരികമായി അത്തരം അവസ്ഥകളെക്കുറിച്ച് പറയാനും പറ്റില്ല. ഒരാൾക്കൊരു കാര്യത്തെക്കുറിച്ച് ആധികാരികമായി പറയാൻ അത് അനുഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ആരും ഇനി ഇതിന്റെ പേരിൽ തർക്കിക്കാനോ വഴക്കിടാനോ ഒന്നും നിൽക്കണ്ട. ഞങ്ങൾ എന്തായാലും ഇറങ്ങാൻ തീരുമാനിച്ചാ ഒരുങ്ങി വന്നത്. മീര കുറച്ചു ദിവസം അവളുടെ വീട്ടിൽ നിൽക്കുന്നത് തന്നെയാണ് എല്ലാവർക്കും നല്ലത്. അല്ലാതെ എന്തായാലും ബന്ധം പിരിയാൻ വേണ്ടി ഞാൻ വഴക്കിട്ട് കൊണ്ടാക്കുന്നൊന്നുമല്ല. കൂടുതൽ പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടാവാതിരിക്കാൻ ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കുന്നതാണ്. ഇതിനെ അങ്ങനെ കണ്ടാൽ മതി. ആദർശ്, ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഈ തീരുമാനം എടുത്താൽ മതിയെന്ന എന്റെ അഭിപ്രായം. വേണ്ടമ്മേ, തീരുമാനിച്ചത് എന്തായാലും അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഞങ്ങൾ പോയിട്ട് വരാം. ഇറങ്ങാം മീര. അമ്മേ, പോയിട്ട് വരാം. ആന്റി. പോയിട്ട് വാ മോളെ. അഭിചേച്ചി, ശരി, ആയിക്കോട്ടെ. വേഗം തിരിച്ചു വരണം. മോൾക്ക് ഇപ്പൊ തന്നെ പോണോ? കുറച്ചു സമയം കൂടി കഴിഞ്ഞു പോയാ പോരെ? ആന്റിയുടെ അടുത്ത് നിൽക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഞാൻ തിരിച്ചു ചെല്ലുന്നത് വരെ അമ്മയും അച്ഛനും മുത്തശ്ശിയും ഒക്കെ ടെൻഷനിലായിരിക്കും. സൂരജിന് ഇങ്ങനെ ഒരു അപകടം വന്നതിൽ പിന്നെ ഒരു കുഞ്ഞിനെ പോലെ അമ്മ എന്നെ നോക്കുന്ന. ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്ന പേടി അമ്മയ്ക്കുണ്ട്. അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും വേണ്ട. നിനക്കെന്തെങ്കിലും പറ്റിയ മറ്റാരെക്കാളും വേദനിക്കുന്ന ഒരമ്മ ഇവിടെ ഉണ്ടെന്ന് ഓർക്കണം. അറിയാം ആന്റി,
മനസ്സിനൊരു ധൈര്യം തോന്നുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആന്റിയെ വിളിച്ചോളാം. അത് വേണം മോളെ. മോള് സംസാരിക്കുമ്പോൾ ബീനിക്ക് വലിയ ആശ്വാസവും. സൂരജിന്റെ സംഭവത്തിന് ശേഷം ബീനി ഒന്ന് ചിരിച്ചു കണ്ടത് ഇന്നും മോള് വന്നതിന് ശേഷം. മോള് ധന്യോട് പറയണം, എനിക്ക് ധന്യോട് ഒരു ദേഷ്യവും പിണക്കവും ഒന്നുമില്ലെന്ന്. അമ്മയ്ക്കും അങ്ങനെ തന്നെ ആന്റി. സൂരജിനെ കുറിച്ച് വിവരമൊന്നും അറിയാത്തതില് അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. അതുമാത്രമല്ല, ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞപ്പോ എതിർത്തില്ലെന്ന് മാത്രമല്ല, പോകണമെന്നാ എന്നോട് പറഞ്ഞത്. ഒരു തരത്തിൽ പറഞ്ഞ ആളുകൾ തമ്മിലുള്ള അകൽച്ച മാറി എല്ലാവരും ഒന്നിക്കാൻ ഈശ്വരൻ ഉണ്ടാക്കിയ ഒരു കാരണമാണെന്ന് തോന്നുന്നു ഇതെല്ലാം. ഇനി സൂരജ് തിരിച്ചു വരുന്നോടെ രണ്ട് കുടുംബങ്ങളും സന്തോഷത്തോടെ ഒന്നിക്കും. എന്നെ തിരുത്താൻ ഈശ്വരൻ എന്തിനാ ഒരു തെറ്റ് ചെയ്യാത്ത എന്റെ പൊന്നുമോനെ ശിക്ഷിച്ചത്? അവനൊരു പാവമായിരുന്നില്ലേ? അങ്ങനല്ല ബീനെ ഞാൻ പറഞ്ഞത്. ഇനി അതോർത്ത് വിഷമിക്കാതെ. സത്യത്തില് ബീനയോടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ. എന്തു പറഞ്ഞാലും അപ്പൊ തന്നെ സ്വയം പഴിച്ചങ്ങ് കരയും. ആന്റി എന്നോട് പറഞ്ഞു തന്നെ എനിക്കും പറയാനുള്ളത്. ആന്റി വേദനിച്ച എനിക്ക് സങ്കടം ഉണ്ടാവും. അതുകൊണ്ട് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ കരയരുത്. ജീവന് തുല്യം അമ്മയെ സ്നേഹിക്കുന്ന ആളാ അമ്മയുടെ മകൻ. ആ മകൻ കാരണം അമ്മ കരയുന്നു എന്നത് എവിടെയായിരുന്നാലും സൂരജിന് സഹിക്കാൻ കഴിയില്ല. ഇല്ല മോളെ, നീ വിഷമിക്കണ്ട. ഞാൻ എനിക്കറിയില്ല. പക്ഷേ മോൾ എനിക്കൊരു വാക്ക് തരണം. എന്താ ആന്റി? ഇനിയും നീയും കരയരുത്. സമയത്ത് ഭക്ഷണം കഴിക്കണം. നിന്റെ നൃത്തത്തിൽ ശ്രദ്ധിക്കണം. പ്രാക്ടീസ് ചെയ്യണം. മീരയും എന്നോട് ഇത് തന്നെയാ പറയുന്നത്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എന്നെക്കൊണ്ട് പലതും സാധിക്കുന്നില്ല. ബീന പറഞ്ഞതാ ശരി. നീ ഇങ്ങനെ തകർന്നിരിക്കുമ്പോൾ നിന്റെ അച്ഛനും അമ്മയും വേദനിക്കുക. ഒരുപാട് സ്വപ്നങ്ങളോടെയാ അവര് നിന്നെ വളർത്തി വലുതാക്കിയത്. നിനക്ക് സ്നേഹം മാത്രം തന്ന അച്ഛനെയും അമ്മയും മോള് കരയിക്കരുത്. പലതവണ ഞാൻ മനോജുമായിട്ട് സംസാരിച്ചു. ഇത്രയും തകർന്ന ഒരവസ്ഥയിൽ ഞാൻ മനോജിനെ കണ്ടിട്ടില്ല. നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കൊപ്പം മാത്രം നിന്ന ആളാണ് മനോജ്. അത് മറക്കരുത്. ഞാൻ ശ്രമിക്കാം അങ്കിളെ. ആരെയും വേദനിപ്പിക്കണമെന്ന് എനിക്കില്ല. എല്ലാവരുടെയും മുന്നില് സന്തോഷമായിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മോള് ധൈര്യമായിട്ടിരിക്കെ. മോളിന് തനിച്ചല്ല, എന്തിനും നിനക്കൊപ്പം ഈ ഞാനുണ്ട്. ഇതിപ്പോ നിന്റെ കൂടി വീടാ. എന്നായാലും ഈ വീട്ടിലേക്ക് വരേണ്ട കുട്ടിയാ നീ, ഈ വീടിന്റെ മരുമകൾ. എന്റെ സൂരജ് തിരിച്ചു വരും. അപ്പൊ ഒരു രാജകുമാരിയെ പോലെ നിന്നെ ഞങ്ങൾ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക തന്നെ ചെയ്യും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഒരുപാട് കുറ്റവും വഴക്കും ഒക്കെ ഞാൻ മോളെ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. നിന്നെ വഴക്ക് പറഞ്ഞ നാവ് കൊണ്ട് അഭിമാനത്തോടെ എനിക്ക് നിന്നെ കുറിച്ച് പറയാൻ പറ്റണം. അതിന് നീ പഴയതുപോലെ എല്ലാം ചെയ്യണം. അല്ലെങ്കിൽ സൂരജ് എന്നെയായിരിക്കും കുറ്റം പറയുന്നത്. അമ്മ എന്റെ പെണ്ണിനെ നോക്കിയില്ലല്ലോ എന്ന് അവൻ പറയില്ലേ? അല്ലേ ഹരിയേട്ടാ? അതെ, ബീന വിഷമിക്കാതെ. താനിങ്ങനെ തുടങ്ങിയ മോളും വിഷമിക്കില്ലേ? അല്ലേ മോളെ? എങ്കിലിനി വൈകിക്കണ്ട, മോള് പോയിട്ട് വാ. ശരി ആന്റി, ഞാൻ ഇടയ്ക്ക് വരാം. അല്ല, എങ്കില് മോളെ തനിച്ചു വിടണ്ട, ഹരിയേട്ടൻ കൂടെ ചെല്ല്. ആ, അത് ശരിയാ. ഞാൻ കൊണ്ടുവിടാം മോളെ. അയ്യോ വേണ്ടെങ്കിലേ, അങ്കിള് ബുദ്ധിമുട്ടണ്ട, ഞാൻ പൊക്കോളാം. അതെ,
എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നീ എനിക്ക് അന്യയാണോ? പിന്നെ സാവിത്രി അമ്മയൊന്ന് കാണുകയും ചെയ്യാലോ. ഓരോരോ പ്രശ്നങ്ങൾ കാരണം സാവിത്രി അമ്മയൊന്ന് കാണാൻ പറ്റിയിട്ടില്ല. അതെ, എങ്കിൽ പിന്നെ ഹരിയേട്ടൻ വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. അത്രയും സമയം കൂടെ എനിക്ക് മോളോട് സംസാരിച്ചിരിക്കാമല്ലോ. ശരി, ഞാനിപ്പോ വരാം. വാ. അബി, നീ നല്ല വിഷമത്തിലാണെന്ന് എനിക്കറിയാം. മീരയോടുള്ള ദേഷ്യമെല്ലാം മാറി നീ മീരയെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴല്ലേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതിന്റെ വിഷമം നിന്റെ മുഖത്ത് കാണാനുണ്ട്. എന്റെ വിഘ്നേഷ് ഏട്ടാ, നിങ്ങൾക്ക് ഇത്രയും നാളായിട്ട് എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല. നിങ്ങൾക്കറിയാമോ എന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും സന്തോഷമുള്ള ദിവസം എന്ന്?